അപ്പോൾ റെഡ് കാർപ്പറ്റിൽ ഇതാ നിയാസിക്കയും മീര ചേച്ചിയും ഉണ്ട്. അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. മീര ചേച്ചി, നിയാസിക്ക, അപ്പോൾ നിങ്ങൾ റെഡ് കാർപ്പറ്റിൽ വന്നിട്ട് കുറേ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു, ഡാൻസും പാട്ടും ഒക്കെ കേട്ടു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇവിടെ വന്നിട്ട്? ഞാൻ സാധാരണ ഇന്റർവ്യൂസ് ഒക്കെ എന്നെ സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂസിനെ പോയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട്, പിന്നെ എനിക്ക് നമ്മൾ തമ്മിലൊക്കെ മുൻപേ പരിചയവും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം വളരെ ഫ്രീ ആയിട്ട് നന്നായിട്ടുണ്ട്. മൈൻഡ് വൈസും നമ്മുടെ ബോഡി വൈസ് ഒക്കെ ഒരുപാട് നമുക്ക് പിന്നെ റിജുവിനേറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമുക്ക് മീര ചേച്ചി ഡാൻസ് കണ്ടാലോ ചേട്ടാ? തീർച്ചയായിട്ടും. അല്ല നിയാസിക്ക, അതെ, ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. ചേട്ടൻ വേണ്ട, ഞാനിപ്പോ എന്തിനാ വേറെ ആരോ ആലോചിച്ചാണ് ചേട്ടാന്ന് വിളിച്ചത്. ആണോ? അപ്പൊ ഈ സമയത്ത് വേറെ ആരെയും ആലോചിക്കുന്നു? പോകൂ, ഇറങ്ങി. അതാരാണ്? പറഞ്ഞു പോവുകയാണ്. എന്റെ കണ്ണുകളിൽ നിന്ന് എനിക്കിത് മായുന്നില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോവാണ്. നിയാസിക്കയ്ക്ക് എപ്പോഴും ഈ ഫൈറ്റ് സീൻസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടിയാണോ ചെയ്തിരിക്കുന്നത്? അയ്യോ എന്തെങ്കിലും പരുക്ക് പറ്റും, അങ്ങനെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ ഈ ഇടിച്ച ഏതെങ്കിലും ആൾക്കാർ തിരിച്ചിടിക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ കുറച്ച് കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ പ്രാവശ്യവും എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്. ഞാൻ മഹാസമുദ്രം സിനിമ ചെയ്യുമ്പോൾ അന്ന് എൻ്റെ ഈ ലിഗമെന്റ് വലത്തേക്കാളും ലിഗമെന്റ് മൊത്തം പോയിരിക്കും. അത് ആത്മാർത്ഥത കൂടിയിട്ടാണ്. അന്ന് പിന്നെ ഞാൻ ആ ഷൂട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് ലിഗമെന്റ് ഇല്ലേ? ഉണ്ട്, റിപ്പയർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു രണ്ട് ഗുണ്ടകൾ എന്നെ പിന്നെ ഇടിക്കാൻ വരുമ്പോൾ ഞാൻ കാല് ചവിട്ടി നേരെ എടുത്ത് അവരെ നെഞ്ചത്ത് ചവിട്ടുന്ന സീനായിരുന്നു. അപ്പോൾ ശശിയേട്ടൻ, മാഫിയ ശശിയേട്ടൻ എനിക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ആ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ചാൽ അവിടെ ഈ ലാലേട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു ആളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് എനിക്ക് ഒന്ന് ആന്നി ചേട്ടൻ്റെ അടുത്ത്, ആന്നി പെരുമ്പാവൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ എനിക്ക് ഈ ഒരു സീനിലൊന്ന് ചുമ്മാ ഒരു ഒറ്റ ഇത് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി വന്നിട്ട് നമ്മുടെ ശശിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ശശിയേട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിയാസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാക്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നാൽ മതി. ഓപ്പോസിറ്റ് ഇവനും ഗുണ്ടകളുടെ കൂട്ടത്തിലാണ്. അപ്പം ഞാൻ കാലെടുത്ത് ചവിട്ടുക, എനിക്ക് ഒറ്റൊന്നുമില്ല, അവർ വരുമ്പോൾ നേരെ കാലെടുത്ത് ചവിട്ടുക നിന്നിട്ട്. ഞാനിങ്ങനെ കാല് ആക്ഷൻ പറയുന്നു, പിന്നെ ഞാൻ കാലിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ചവിട്ടാനായിട്ട് പോകുന്നു. എൻ്റെ കാല് തിരിഞ്ഞാണ് വന്നത്, ഇങ്ങനെ തിരിഞ്ഞാണ് വന്നത് ചെയ്യുന്നത്. ഞാനവിടെ ഇരുന്ന് പോയി. എനിക്ക് അപ്പം പിടികിട്ടി എന്താ ഇവൻ ചെയ്തെന്നറിയോ? ഇവൻ്റെ അടുത്ത് പറയുന്നത് ജസ്റ്റ് തോളിൽ ഇങ്ങനെ പിടിച്ചാൽ നിന്നാ, ഇവൻ അവിടെ നിന്നിട്ട് ഈ കാലിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിരുന്നു. നമുക്ക് ആ മനസ്സിലില്ലല്ലോ, അത് ഇങ്ങനെ എടുത്ത് ഞാൻ ഇരുന്നു. പിന്നെ അത് വെച്ചിട്ട് ഞാൻ എത്രയോ നേരം ഷൂട്ട് ചെയ്തു. രാത്രി കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ ഭാഗ്യത്തിന് നെക്സ്റ്റ് ഡേ ഷെഡ്യൂള് ബ്രേക്ക് പറഞ്ഞിട്ട് ലാലേട്ടൻ കീർത്തി ചക്ര അഭിനയിക്കാൻ പോയി. ഒരു 2 മാസം 3 മാസത്തേക്ക് പിന്നെ ആ സിനിമ ബ്രേക്ക് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് പോയി റെസ്റ്റ് ഒക്കെ എടുത്തു ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു അനുഭവം. ആത്മാർത്ഥത ഓവർ, അതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സംഭവമൊക്കെ ചെയ്തത് ഭയങ്കര സംഭവമായിട്ട് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് നിയാസിക്കയുടെ പാട്ട് കേൾക്കാനുള്ള സമയമായിരിക്കാണ്. അപ്പൊ നിയാസിക്കയുടെ മനോഹരമായിട്ടുള്ള ഒരു ഗാനാലാപനത്തിലേക്കാണ് ഇനി നമ്മുടെ പ്രേക്ഷകർ പോകാൻ പോകുന്നത്. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமே, உன்னை என்
நினைக்கையில் கவிதை சொட்டுது, அது எழுத நினைக்கையில் வார்த்தை முட்டுது. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமே. உன்னை எண்ணி பார்க்கையில் கவிதை சொட்டுது, அது எழுத நினைக்கையில் வார்த்தை முட்டுது. உண்டான காயம் யாவும் தன்னாலே யாரி போகும், மாயம் என்ன பொன்மானே பொன்மானே. என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும், முந்த மேனி தாங்காது. எந்தன் காதல் என்னவென்று சொல்லாமல் எங்க அழுகை வருகிறது. எந்தன் சோகம் உன்னை தாங்கும் என்றும் போத வந்த அழுகை நின்றது. மனிதன் உரைது கொல்ல இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சாமியே நான் தானே புரியுமா. சிவகாமியே சிவனில் நீயும் பாதியே, அதுவும் உனக்கு புரியுமா. சுபலாலி லாலியே லாலி லாலியே, அபிராமி லாலியே லாலி லாலியே. கண்மணி உன்னோடு